السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاقبة للمتقين. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പഠിപ്പിക്കാനുള്ളത് ഷിക്വയാണ്. ഷിക്വ ഇഖ്ബാലിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നസ്മാണ്. നസ്മ് പറഞ്ഞറിയില്ലേ? ഗസൽ നസ്മ്, നെസറല്ല കേട്ടോ, നസ്മ് കവിതയാണ്. അപ്പോൾ ഈ കവിത എന്ന് പറഞ്ഞാൽ ഏതിലുള്ളതെന്ന് വെച്ചാൽ ബാങ്കേദറ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു കവിതാ സമാഹാരമുണ്ട്. അതിൽ പെട്ടത് കേട്ടോ ഈ ഷിക്വ എന്ന് പറഞ്ഞാൽ ബാങ്കേദറ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഷിക്വ ആയിട്ട് തന്നെ വളരെ പ്രശസ്തമാണ്. ഇനി ഷിക്വക്ക് എന്താണ് കുറേ പ്രത്യേകതകളുണ്ട്. ഈ ഷിക്വ എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ഫിലോസഫിക്കൽ തോട്ട്സിൻ്റെ അധികം അദ്ദേഹം എന്താ ചെയ്യുന്നത്, നമുക്ക് ആ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറേ ഫിലോസഫിക്കൽ തോട്ട്സ് വെച്ചുകൊണ്ട് കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യാനാണ് ഇഖ്ബാൽ ശ്രമിക്കുന്നത്. ഇതിൽ വലിയ 3 പ്രശസ്തരായ ഫിലോസഫർമാരുണ്ട്. യൂറോപ്പിലെ ഈ ജോൺ മിൽട്ടൺ അടക്കമുള്ള വേറെ 2-3 പ്രശസ്തമായ ഫിലോസഫേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ തോട്ട്സ് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം അപ്പോൾ ഈ കവിത എഴുതുന്നത്. ഈ കവിത എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി അള്ളാഹുവിനോട് എന്താക്കുക, ഈ ഷിക്വക്ക് എന്താണ്, ഷിക്വയുണ്ട്, ഷിക്വൻ്റെ ജവാബ്, ഷിക്വ കൊണ്ട് വേറെ ഉണ്ട്. അതുപോലെ ഷിക്വയിൽ അദ്ദേഹം എന്താ പറയും, കുറേ പരാതികളും കാര്യങ്ങളും പറയും. എന്നിട്ട് അതിൻ്റെ മറുപടി ആയിട്ട് ജവാബ്, ഷിക്വ രണ്ടും അദ്ദേഹം തന്നെ എഴുതി കേട്ടോ. ഒരടിമ തൻ്റെ റബ്ബിനോട് കുറേ പരാതികൾ ഇങ്ങനെ ബോധിപ്പിക്കുക. പിന്നെ ജവാബ് ഷിക്വയിൽ അതിന് റബ്ബ് എന്താണ് ഉത്തരം നൽകുന്നത് എന്ന് അദ്ദേഹം ഇങ്ങനെ ഊഹിച്ചുകൊണ്ട് അദ്ദേഹം ജവാബ് ഷിക്വയിലുള്ള ഓരോ പ്രശ്നങ്ങൾക്കും, ഷിക്വയിലുള്ള ഓരോ പരാതികൾക്കും ജവാബ് ഷിക്വയിലൂടെ അദ്ദേഹം ഇങ്ങനെ ജവാബ് കൊടുക്കുകയാണ്. അത് റബ്ബിനോട് നമ്മൾ ഒരു പരാതി പറയുമ്പോൾ അതിന് റബ്ബ് നമുക്ക് എങ്ങനെ ഉത്തരം നൽകുക എന്നുള്ള രീതിയിലാണ് ജവാബ് ഷിക്വ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇഖ്ബാലിനെ എന്താക്കിയിട്ടുണ്ട്, കുറേ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ചിന്തിക്കാത്തവരായിക്കൊണ്ടാവാം. എന്നാൽ ഇഖ്ബാൽ ഒരു സൂഫിയാണ്. അദ്ദേഹത്തെ എന്താണ് കാഫിറാണെന്ന് വരെ ഫത്വ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇഖ്ബാൽ ഒരിക്കലും കാഫിറാണോ അതല്ല. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ലോകം കണ്ട വലിയൊരു സൂഫിയും മുഹിബ്ബുർ റസൂലാണ്. മനസ്സിലാവുന്നുണ്ടോ? സൂഫിയും മുഹിബ്ബുർ റസൂലുമാണ് ഇഖ്ബാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ ഇഖ്ബാലിൻ്റെ പൊരിശകളൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞൊരു വർഷമായിട്ടില്ല, കഴിഞ്ഞൊരു 8 മാസം മുമ്പ് വഫാത്തായ പാകിസ്ഥാനിൽ വലിയൊരു പണ്ഡിതനുണ്ട്, വലിയൊരു സാമുദായിക നേതാവൊക്കെ ആയ ഒരു ഖാദിം ഹുസൈൻ റസ്വി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇഖ്ബാലിന് വലിയൊരു മുഹിബും അള്ളാൻ്റെ മുഹിബുർ റസൂലൊക്കെ ആയ വ്യക്തിയാണ്. അദ്ദേഹം ഇഖ്ബാലിന് വേണ്ടി എന്താണ് ഷായിറ ഇഖ്ബാൽ, ഹാഫിള അഷാറ ഇഖ്ബാൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇഖ്ബാലിൻ്റെ കുറേ കവിതകളൊക്കെ പഠിച്ച് ഇഖ്ബാലിനെ കുറേ പ്രശസ്തനാക്കാൻ നോക്കിയ വ്യക്തിനായി. പക്ഷേ ഇഖ്ബാൽ എന്താണ്, അതിൻ്റെ ആവശ്യമല്ലാതെ തന്നെ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് കേട്ടോ. പിന്നെ ഇഖ്ബാൽ എന്താണ്, ഇന്ത്യയിലല്ല പാകിസ്ഥാനിലാണ്, ഇന്ത്യയിലായിരുന്നു. പിന്നെ സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം അദ്ദേഹം പഞ്ചാബ് പാകിസ്ഥാനിലാണ് ജീവിച്ചിരുന്നത് കേട്ടോ. അദ്ദേഹം ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അദ്ദേഹം ഹിന്ദുസ്ഥാൻ എന്ന മഹാരാഷ്ട്രത്തിലായത് കൊണ്ടാണ് സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരെന്ന് പറഞ്ഞാൽ നമ്മളെ കവിതയും കാര്യങ്ങളൊക്കെ തറാന ഹിന്ദിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇനി നമുക്കിത് കാര്യത്തേക്ക് വരാം. നോക്കാം, ഈ പേഷ് മൻസറിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളും അതിലേറെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. പേഷ് മൻസർ വോ ഷെഹ്ർ ആഫാഖ് നസ്മ് ഹെ, ഇതാ പ്രശസ്തമായ കവിതയും ജോ ഏപ്രിൽ സന 1911 ഈസവി കെ ജൽസ അഞ്ജുമൻ ഹിമായത്ത് ഇസ്ലാം മേ പഠി ഗയി ഹെ. ഇതാ പ്രശസ്തമായ കവിതയാണ്. ഏത് പ്രശസ്തമായ? 1911 ഏപ്രിൽ മാസം 1911 അഞ്ജുമൻ ഹിമായത്ത് ഇസ്ലാം എന്ന പ്രോഗ്രാമിൽ അദ്ദേഹം പാടിയ കവിതയാണിത്. ലണ്ടൻ സെ വാപ്പസി പർ ഇഖ്ബാലിനെ റിവാസ് ഹോസ്റ്റൽ കെ സഹൻ മേ യെ നസ്മ് പഠി. അദ്ദേഹം ലണ്ടനിലാണ് പഠിച്ചിരുന്നത്, ഫിലോസഫിക്ക് അവിടുന്ന് പഠിച്ചിരുന്നത്. ഞങ്ങൾക്ക് അറിയുന്നുണ്ടാവും ചരിത്രം. അപ്പോൾ അവിടുന്ന് മടങ്ങി വരുന്ന വഴിയിൽ
അവിടുന്ന് മടങ്ങി വരാൻ നിൽക്കെ റിവാസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റലിൻ്റെ മുസഹിൻ എന്ന് പറഞ്ഞ മുറ്റത്ത് വെച്ചാണ് ഈ കവിത പാടുന്നത്. ഇക്ബാലിനെ നസിം ഖിലാഫെ മഅമൂൽ തഹ്ത ലഫ്സ് മേ പഠി ഹെ. ഈ കവിത എന്താണ് തികച്ചും അനൗപചാരികമായിട്ട്, അല്ലെങ്കിൽ ഖിലാഫ് മഅമൂൽ എന്ന് പറഞ്ഞാൽ മഅമൂലിനെ എതിരായിട്ട്, തഹ്ത ലഫ്സ് പറഞ്ഞാൽ ഹർഫം ബി ലഫ്സ്, ഹർഫം ബി ഹർഫ് വളരെ വ്യക്തമായിട്ടാണ് ഈ കവിതയെ പാടിയത്. മഗർ അന്താസ ബഡാ ദിലാവേസ് ത. പക്ഷെ എന്താണ് ഇതിൻ്റെ സ്വരം വളരെ ദിലാവേസ് ത, വളരെ മനോഹരമാണ്, ഹർഷപങ്കിതമാണ്, എന്താ എനിക്ക് പറയാം കേട്ടോ. ഇസ് നസിം की जो कापी इकबाल अपने कलम से लिख कर लाए थे, इकबाल इसके लिए मुतअद्दिद असहाब ने मुख्तलिफ रकमों पेश किए और नवाब जुल्फ़िकार अली ख़ान ने 100 रुपये की पेशकश की और रकम अदा कर असल अंजुमन पंजाब को दे दी. അപ്പോൾ എന്താണ് ഇക്ബാൽ ഈ കവിത എഴുതി അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് എഴുതിയ ആ പേജുകൾ എന്താണ് കുറേ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് കച്ചറ കൂടിയിരുന്നു. പക്ഷേ ഇതിൽ പറയപ്പെട്ടൊരു വ്യക്തി ഉണ്ടല്ലോ, ദുൽഫിക്കാർ അലി ഖാൻ പറഞ്ഞ വ്യക്തി, അന്ന് കാലട്ടോ 1911 ഒരു പവന് സ്വർണത്തിന് 13 ഉറുപ്പ്യയുള്ളൂ, 13 രൂപയാണ്. അപ്പോൾ ഒരു പവൻ, അപ്പോൾ അത്രയും മൂല്യമുള്ള കാലത്ത് 100 രൂപ കൊടുത്തുകൊണ്ടാണ് ഈ കവിതൻ്റെ പേജുകൾ അദ്ദേഹം, അസിൽ കോപ്പി അദ്ദേഹം കൈവശമാക്കുകയും അഞ്ചുമന പഞ്ചാബിന് നൽകുകയും ചെയ്തു. ഇക്ബാലിന് ഷിക്വ ദിൽ കി ആവാസ്, അദ്ദേഹത്തിൻ്റെ എന്താണ് ഷിക്വ എന്ന് പറഞ്ഞാൽ ഇക്ബാൽക്ക് ദിൽ കി ആവാസ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഭാഷണമാണത്. ഉസ്കാ മുഅസ്സിർ ഹോന യഖീനി താ, ഇതെന്താ എല്ലാവരും സ്വാധീനിക്കപ്പെടും, അത്രയും ഒരു ശക്തമായ സാധനമാണ്. उससे अहले दिल मुसलमान तड़प उठते और उन्होंने सोचना शुरू किया कि मुसलमान के हौसला शिकन जवाल के असबाब क्या है. ഇത് കേട്ടതിന് ശേഷമാണ് മനുഷ്യന്മാർ ഈ ശിക്വ കേട്ടതിന് ഇത് കേട്ടവരൊക്കെ തങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആഖിർ अल्लाह के वो बंदे जिनके ज़रब शमशीर और नारे तकबीर से बड़े बड़े क़हार जबा सलातीन के दिल लरज़ जाते थे. അങ്ങനെ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയണം. ഇതിലുള്ള ഒരു അടിമ എന്താണ്, അദ്ദേഹത്തിൻ്റെ ളർബ് ഷംസീർ എന്ന വാള് കൊണ്ടുള്ള വെട്ട്, നാര തക്ബീറിൻ്റെ ആ എന്താണ് ഉജ്ജ്വലമായ ആ സൗണ്ടൊക്കെ, വലിയ ഖഹാർ ജബ്ബാർ സലാത്തിൻ, വലിയ മോണോക്രാറ്റ്സ്, എന്താ പറയുക, മൊണാർക്കികളൊക്കെ തകർത്തിട്ടുണ്ട് എന്നൊക്കെ പറയണേ. ലറസ് ജാദ അവരൊക്കെ തടപ്പിന. ലറസ് ജാന പറഞ്ഞാൽ എന്താണ്, വിറച്ചിട്ടുണ്ട്. ക്യോങ്കി ഇസ് ദില്ലത്ത് और रुसवाई का शिकार हो तो दल्लत शिकार का ये नज़म दर असल मुसलमान के बेअमली मजहब से गफलत और बेजारी पर तंज़ है. ശരിക്കും പറഞ്ഞാൽ ഈ കവിത എന്താണ്, മുസ്ലിങ്ങളുടെ ബേഅമലി, ഒരു നിഷ്ക്രിയത, അവരുടെ മദ്ഹബ് സെ ഗഫ്ലത്ത്, മതത്തെ തൊട്ടുള്ള അവരുടെ ഗഫ്ലത്തിനെ കുറിച്ച്, ബേജാരി पर തന്നെ അവരുടെ അശ്രദ്ധയെക്കുറിച്ച് ഒരു തൻസ് പറഞ്ഞാൽ ഒരു പ്രഹസനമായിട്ടാണ് ഈ കവിത വന്നിട്ടുള്ളത്. ബാങ്കെ ദറാമെ ഷാമിൽ കർത്തെ വക്ത് ഇക്ബാലിന് ഇസ്മെ കഈ മക്കാമാത്ത് പർ തബ്ദീലി കി. ബാങ്കെ ദറ എന്ന കവിതാ സമാഹാരത്തിൽ ഇതിനെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇക്ബാൽ എന്താണ് വീണ്ടും ഇതിൽ കുറേ മാറ്റത്തിരുത്തലുകൾക്ക് ഈ കവിതയെ വീണ്ടും വിധേയമാക്കിയിട്ടുണ്ട്. जबकि निला अर्थ है. बांगे दरा में इशाअत से पहले नज़म मुख्तलिफ रिसाला मसलन मखज़न तमद्दुन और अदीब में शाई हुई थी. ബാങ്കെ ദറയിൽ ചേർക്കുന്നതിന് മുമ്പ് ഈ കവിത മറ്റു പല റിസാലകളിലും മറ്റു പല പ്രസിദ്ധീകരണങ്ങളിലും ഇത് വന്നിട്ടുണ്ട്. അതിന് ഉദാഹരണം മത്തലൻ മുഖ്സൻ എന്ന് പറഞ്ഞത്, തമദ്ദുൻ और अदीब എന്ന് പറഞ്ഞാൽ പല ഇതിലും വന്നിട്ടുണ്ട്. इसके अलावा कई ज़बानों में भी इसके तराजिम भी हो चुकी है. അതുകൂടാതെ ഇതിൻ്റെ ധാരാളം തർജുമകൾ, പരിഭാഷകളും പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിൻ്റെ അടിയിൽ ഈ ഷിക്വ എന്നുള്ള കവിതൻ്റെ അടിയിൽ എഴുതി നോക്കുക, ഇക്തീസ് ബന്ദ പർ മുസ്തമിൽ ഷിക്വ ഇഖ്ബാൽ കി ഇൻ ഇക്തീസ് എന്ന് പറഞ്ഞാൽ എന്താ, 21 എന്നല്ല അർത്ഥം, 1 2 3
ഇറ്റീസ് ബന്ധ ഇതിൽ കവിത ഇതിൽ ശിക്വ ഫുള്ള് കൊടുത്തിട്ടില്ല കേട്ടോ. 21ാമത്തെ വരിയിൽ എന്താക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം ഈ ഇതൊരു ശിക്വയായിട്ടും ഇതൊരു പരാതിയായിട്ടാണ്, ഒരു അടിമൻ്റെ പരാതിയായിട്ടും അത് അള്ളാഹുവിനോട് പറയുന്ന ഒരു പരാതിയായിട്ടാണ് അദ്ദേഹം ഈ കവിത അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് ശേഷം ജവാബ് ശിക്വ ഉണ്ട്. അതെന്താണ്, അദ്ദേഹം തന്നെ അള്ളാഹ് എന്താണ് ഇതിന് മറുപടി കൊടുക്കുന്നത് അദ്ദേഹം ചിന്തിച്ചിട്ട് അതിന് മറുപടി കൊടുക്കുന്ന ഒരു രൂപമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെന്താക്കിയിട്ടുണ്ട്, പല പണ്ഡിതന്മാരും അദ്ദേഹം കാഫിറാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരിക്കലും അള്ളാഹിൻ്റെ ചിന്തകൾ എങ്ങനെ ഒരു അടിമയിൽ വരും എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ അദ്ദേഹം എന്താണ്, അദ്ദേഹം സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് നടത്തിയതാണ് ശരിക്കും ഇതിൽ കേട്ടോ. ഈ മൊത്തത്തിൽ ജനങ്ങളൊന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി, മൊത്തത്തിൽ എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മദ്ഹബ് ഗഫലത്ത് അമലിയായിട്ടുള്ള ഈ ജനങ്ങളെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഈ കവിത അദ്ദേഹം പാടിയിട്ടുള്ളത്. അതേമാതിരി അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യം അദ്ദേഹം നേടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറേ മുസ്ലിങ്ങൾ ഉണർന്നിട്ടുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശിക്വ ഇക്ബാൽ ഇത് ശ്രദ്ധിക്കുക, ഇക്തീസ് ബന്ധേപ്പർ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ 3 കവിതകൾ കൂട്ടിയിട്ടുള്ള 3 വരി കൂടിയിട്ടുള്ള ഒന്നിനാണ് ബന്ധ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ കൊടുത്ത് കുറച്ചുകൂടി ഇതിൻ്റെ വേറെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റുന്നതൊക്കെ വായിക്കുക. ഇക്ബാലിക്ക് ഇൻ മാരിക്ക് ലാ തവീൽ നസ്മോं से बेहद अहम नज़्म है कि जिसके सदी की इंतहाई मकबूल तख्लीक से ताबीर किया जाते तो जाने होगा. അപ്പോൾ ഇതിലെന്താ, ഇതിൽ 21ാമത്തെ ബന്ധ, 21ാമത്തെ ശിക്വയിൽ 21ാമത്തെ ബന്ധമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് കേട്ടോ. അത് പറയണേ, ये भी एक हकीकत है कि इस नज़्म में इकबाल मुकालमा तो रब ज़ुल जलाल से करते हैं, लेकिन इनका लहजा मामूल से भी ज़्यादा तंदो तेज़ है. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത്, ഇതിലെന്താണ്, അള്ളാഹുവിനോട് റബ്ബുൽ ജലാലായ അള്ളാഹുവിനോടാണ് ഇക്ബാൽ മുനാജാത്ത് നടത്തുന്നത്. അതും സാധാരണ ഒരു വ്യക്തി നടത്തുന്നത്. ബഹുത് തേസ് എന്ന് പറഞ്ഞാൽ വളരെ വേറൊരു രീതിയിൽ, വേറെ ഒരു രൂപത്തിലാണ് ഇദ്ദേഹം നടത്തുന്നത്. തേസ് പറഞ്ഞാൽ എന്താ, സ്പീഡ്. തന്തോ തേസ് പറഞ്ഞാൽ വേറെ ഒരു സ്പീഡിലും വേറെ ഒരു രൂപത്തിൽ നിന്നാട്ടോ അർത്ഥം, അല്ലാതെ ഭയങ്കര സ്പീഡിൽ ചെയ്തെന്ന് അർത്ഥം വെക്കരുത്. शिकवा ही वो नज़्म है जिसके हवाले से इकबाल पर कुफ्र के फतवा भी आयदा किए गए हैं കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ശിക്വ എഴുതിയത് കൊണ്ട് ഇക്ബാലിനെ കുറിച്ച് കാഫിറാന്ന് വരെ പറയപ്പെട്ടിട്ടുണ്ട്. और 20वीं सदी के आगाज़ में इसकी इशाअत पर भी खासी लिए दिए हैं. ഈ 20ാം നൂറ്റാണ്ടിൽ ഇദ്ദേഹത്തിന് വലിയ ഒരു അപ്പോൾ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. यहाँ तक कि उन्होंने अपनी दिफा में जवाब शिकवा जिसे नज़्म भी लिखा पड़ा. അദ്ദേഹം എന്താണ്, ഇതിൻ്റെ ഒരു സ്വീകാര്യത കൊണ്ടാണ് അദ്ദേഹം എന്താക്കിയിട്ടുള്ളത്, ജവാബ് शिकवा എഴുതിയിട്ടുള്ളത് കേട്ടോ. ज़ेरे तशरीह नज़्म शिकवा फ़िक्री सतह पर नहीं है, फ़नी और तकनीकी बुनियादी पर भी एक बुलंद पाया नज़्म है, मुलाहज़ा कीजिए. അപ്പോൾ എന്താണ്, വെറും ഒരു ഷർഹെന്ന നിലക്ക് നിങ്ങൾ ഈ ശിക്വയെ കാണരുത് അല്ലെങ്കിൽ വായിക്കരുത്, മറിച്ച് അതോടുകൂടെ എന്തും ചെയ്യണം, ശിക്വയെ അതിൻ്റെ കുറേ നമ്മൾ പറഞ്ഞില്ല, കുറേ ഫിലോസോഫിക്കലായിട്ടുള്ള കുറേ ചിന്തകൾ വെച്ചാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ച് എന്താവണം, ആ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കണം, മുലാഹസാക്കി ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഫസ്റ്റത്തെ 6 വരി പകുതി കവിത നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കൂടെ തന്നെ വിടുന്നുണ്ട് കേട്ടോ. ഒപ്പം അർത്ഥം വരും ഇൻഷാ അല്ലാഹ്.